ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ഇന്ന് മസ്താങ്ങിലാണ് കേട്ടോ. മസ്താങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മുക്തിനാഥ് ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത്. രാവിലെ തന്നെ ചോറും കറിയെല്ലാം വെച്ച് തിന്നാന്ന് വിചാരിച്ചേട്ടാ. നാട്ടിൽ നിന്ന് കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഉണക്ക ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ കറി വെക്കാം. ചോറടുപ്പത്തുണ്ട്. നല്ല വെയിൽ വന്നു കേട്ടോ, അടിപൊളി. മലകൾ, മഞ്ഞ് മൂടിയ മലകളെല്ലാം ഇതാ ഇങ്ങനെ കാണാൻ പറ്റൂടെ. ഉള്ളു മലകളാണ് ചുറ്റും. ഈ ഭാഗത്തെല്ലാം അടിപൊളിയാണ്, അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഇന്നലെ നൈറ്റ് ക്യാമ്പ് ചെയ്ത സ്ഥലം കേട്ടോ. ചുറ്റും മലകളാണ്, എവിടെ നോക്കിയാലും മലകളാണ്. ഇതൊരു നമ്മുടെ സ്പിറ്റിയിലതാക്കെല്ലാം പോകുന്ന സൈഡ് ആ ഒരു ടച്ചാണ് ഫുള്ളായിട്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റി പോകുന്ന വഴിയിൽ. നല്ലൊരു സ്ഥലം കേട്ടോ. മൊണാസ്ട്രീസ് കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ മൊണാസ്ട്രീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പാണ് ഇവിടെ. അങ്ങനെ നമ്മളെ ഉണക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഉണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം വെക്കാലോ എന്ന് വിചാരിച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ. ചോറ് നിന്ന പരിപാടി ആവട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഓടാനുണ്ട് കേട്ടോ. ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇങ്ങോട്ട് വരുന്നവർ എന്തായാലും നെറ്റ്വർക്ക് വലിയ കാര്യമായിട്ട് നോക്കണ്ട കേട്ടോ. നെറ്റ് കിട്ടൂല. റേഞ്ചൊക്കെ കാണിക്കുമ്പോഴാണെങ്കിൽ കോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നെറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. ഇഷ്ടംപോലെ ആപ്പിൾ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ പോകുന്ന റോഡുകളൊക്കെ ഇതാണ് അവസ്ഥ. റോഡ് എന്ന് വരുന്നത് ഇവിടെയും നല്ല റോഡായിട്ടൊന്നും പറയാൻ പറ്റില്ല. നേപ്പാൾ അങ്ങനെയാണ്. നമുക്ക് ആകെ പോക്കറയിൽ കുറച്ച് സ്ഥലമാണ് നല്ല റോഡ് കാണാൻ പറ്റിയത്. ബാക്കിയൊക്കെ ഫുള്ള് ലാൻഡ് സ്ലൈഡിങ്ങും ഫ്ലഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നശിച്ച് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഫുള്ള് ചരൽ നിറഞ്ഞൊരു റോഡാണ് കാണാൻ പറ്റുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ ഓഫ് റോഡ്, ഫുള്ള് റോഡ് ഇങ്ങനെയാണ്. പക്ഷെ നമുക്കിതുവരെ പഞ്ചർ കാര്യമൊന്നും കിട്ടിയിട്ടില്ല. ലേ മണാലി എല്ലാം ട്രാവൽ ചെയ്തവർക്ക് അവരിപ്പോൾ സാൻസ്കർ വാലി പത്തും റൂട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ മലകളൊക്കെ തുറന്നിട്ടും അതുപോലെയുള്ള ഓഫ് റോഡിങ്ങും പിന്നെ സൈഡിലൊക്കെ ആണെങ്കിൽ അഗാധമായ കൊക്കകളും ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പോകുന്ന വഴിയിൽ. ശരിക്കും ഇപ്പം നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഒരു ഓഫ് സീസണാണ് കേട്ടോ. നേപ്പാളിലൊക്കെ സെപ്റ്റംബർ സമയത്തൊക്കെയാണ് സാധാരണ എല്ലാവരും വരാറ്. അതുകൊണ്ട് തന്നെ മഴ തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ വലിയൊരു കാര്യമായിട്ട് മഴയൊന്നുമില്ല. നല്ല മഴയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. ഇപ്പം തന്നെ എന്താ പറയുക, അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനുണ്ട്. ചെറിയ ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വഴി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം പോകുന്ന വഴിക്ക് അത്യാവശ്യം ചെളി പിന്നെ നല്ല കുത്തനെയുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കാര്യമായിട്ട് നമുക്കിങ്ങനെ 4 വീലിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലായിടത്തും 2 വീൽ ഡ്രൈവൊക്കെ പോകുന്നൊരു വഴി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയായിരിക്കും, അതിനകത്ത് നമ്മൾ തുടക്കത്തിലൊക്കെ കുറച്ച് റോഡ് ഭയങ്കര മിസ്റ്റേക്കായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയ അത്ര വലിയ മിസ്റ്റേക്കില്ല, ഇതുപോലെയുള്ള റോഡുകളാണ്. ഇതൊക്കെ അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ്ങെല്ലാം ഉണ്ടാകുന്ന ഒരു ഏരിയ പോലെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് അത്യാവശ്യം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നേപ്പാൾ കയറിയ മുതൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. എല്ലായിടത്തും അത്യാവശ്യം ഉണ്ട് ലാൻഡ് സ്ലൈഡിങ് കേട്ടോ. മഴക്കാലം നല്ലോണം ഗംഭീരമായി പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേ വേണ്ട.
നേപ്പാളിൻ്റെ ഒരു ഹിഡൻ ജെമ്മലായിട്ട് ആൾക്കാർ പറയപ്പെടുന്ന സ്ഥലമാട്ടാ. ഞാൻ കുറേ നാട്ടിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നേപ്പാളിൽ മസ്താങ് പോകണമെങ്കിൽ ഭയങ്കര പൈസയാണ്, 10-20,000 രൂപ ചിലവാണ്, അതുകൊണ്ട് ആൾക്കാരങ്ങനെ കയറ്റി വിടൂലാന്നോ അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ സ്റ്റോറികൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി കൂടിയില്ല കേട്ടോ. ആകെ ഒരാൾക്ക് 1000 രൂപയാണ് വരുന്നത്, അത് നേപ്പാളി 1000, അതായത് നമ്മുടെ നാട്ടിൽ 600 രൂപയുടെ കേസേ ഉള്ളൂ. അപ്പോൾ പെർ ഹെഡ് അത്രയേ ഉള്ളൂ. നമുക്ക് അന്നപൂർണ്ണ ആ ഒരു സെക്ഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ടില്ല ആ ഒരു പൈസ ആണത്. ഇപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിൽ ആ ഒരു റേറ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേൽ പോകട്ടോ, ഒരു പ്രശ്നമില്ല. മസ്താങ്, ലോ മസ്താങ്, മസ്താങ് എവിടെ പോകണോ പോവാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മളിതാ ലോ മസ്താങ് എത്തിയിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, നമ്മൾ ലേ ലഡാക്ക് പോകുന്ന ഒരു വൈബാണ് കേട്ടോ, അടിപൊളിയാണ് വളരെ. നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരും, നല്ലൊരു സ്ഥലമാണ് ഇത്. ലോ മസ്താങ്ങിൽ കണ്ടൊരു ചെറിയൊരു 3 ശില്പങ്ങളാട്ടോ, നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടുള്ള ഒരു 3 ആൾക്കാർ, അടിപൊളിയാട്ടോ. അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം, കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടരാണ്. നമുക്ക് മുക്തിനാഥിലേക്ക് ഇനിയും ഓടാനുണ്ട് കേട്ടോ. മുക്തിനാഥ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നൊരു ഏരിയ ആണ്. അവിടുത്തെ ഒരു ടെമ്പിളും അതുപോലെ ഒരു ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ. അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. കാഗ്ബനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്ന് നമുക്ക് നേരെ പോകേണ്ടത് മുക്തിനാഥ് റൈറ്റ്. ഇതൊരു ചെറിയൊരു കഫേ കാര്യങ്ങളാക്കിയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. എല്ലാവരും വണ്ടി സൈഡാക്കി ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. മുക്തിനാഥിലേക്കുള്ള ഡൈവേർഷൻ കഴിഞ്ഞ പാടുള്ളൊരു സ്പോട്ടാട്ടോ. ഒടുവിൽ നമ്മൾ മുക്തിനാഥിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ നോക്കിയേ, സ്കൈയും മലകളും ഒന്നും പറയാനില്ല കേട്ടോ. ഒരു പ്രത്യേക വൈബ്, എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലേ ലഡാക്കിലൊക്കെ കിട്ടുന്ന ഒരു പ്രതീതി നമുക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടംപോലെ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും 4 ഭാഗത്തും മലകളാണ്. അതുപോലെ കുറച്ച് സന്ദർശകർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അമ്പലത്തിലേക്ക് വേണമെങ്കിൽ കുതിരസവാരി നടത്താനുള്ളൊരു പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മാത്രം നടക്കാനൊന്നുമില്ല, നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. നമ്മളെന്തായാലും നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്, നമുക്ക് കുതിരസവാരീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെയുള്ള കുറേ ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുറച്ച് കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ. അവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഞങ്ങളെന്നങ്ങനെ നടന്ന് പോവാം കേട്ടോ. അങ്ങനെ ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പാണ് കയറാനുള്ളത്. നേപ്പാളിനൊരു ചെറിയൊരു ഫ്ലാഗ് കാണാൻ പറ്റും കേട്ടോ ഇവിടെ. അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കയറിയതിന് ശേഷം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മണികൾ തൂക്കിയിട്ട് കാണാൻ പറ്റി ഇതുപോലെ ചുറ്റിലും. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് 2 സൈഡിലും. ഇവിടുത്തെ ധാര ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ 108 ധാരകൾ ഈ അമ്പലത്തിന് ചുറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാരും ഈ ഓരോ ധാരയിലും പോയിട്ട് കുളിച്ചിട്ട് അതിന് ശേഷമൊക്കെയാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നത്. ഞാൻ എന്തായാലും കയറിയില്ല കേട്ടോ, ഞാനൊരു വിശ്വാസിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അകത്ത് കയറാനുള്ളൊരു കുളിച്ചിട്ടൊന്നും കയറാനുള്ളൊരു താല്പര്യം ഉണ്ടായില്ല. ഞാൻ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ. ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് അവിടെ ഒരു പഴയ ഒരു ബുദ്ധൻ്റെ സ്തൂപം, അടിപൊളി സ്തൂപം കേട്ടോ. അതൊരു ശരിക്കും എന്താ പറയുക, ഒരു കല്ലിലുണ്ടാക്കിയൊരു സംഭവമാണ്. നമ്മുടെ കരിങ്കല്ലിലുണ്ടാക്കിയൊരു അടിപൊളി ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നമ്മൾ ദൂരത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതാ മുക്തിനാഥ് ടെമ്പിളെല്ലാം കണ്ടിട്ട് ഇറങ്ങുവാന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴെ എത്തണം കേട്ടോ.
കുറച്ച് നടക്കാനുള്ളൂ. ഒരു 10-20 മിനിറ്റ് നടന്ന് എത്തും കേട്ടോ. നമുക്ക് വണ്ടി കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. വലിയൊരു ട്രക്കിംഗ് ഒന്നുമില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. പിന്നെ അധിക സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യില്ല. വേറൊന്നും അവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പക്ഷെ നമ്മൾ വന്ന വഴിയാണെന്ന് അതിൻ്റെ ഹൈലൈറ്റ്. വഴികളിലാണ് നമുക്ക് കാണാനുള്ളതൊക്കെ ഇല്ല കേട്ടോ. പക്ഷേ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ കണക്ക് തന്നെയാണ്. ആ അമ്പലം കണ്ടിട്ട് വരാമെന്നേ ഉള്ളൂ. പക്ഷെ അതും ഒരു ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷനിലാണ്. നമ്മൾ വന്ന അതേ വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. കാഴ്ചകൾ കുറച്ചും കൂടെ സുന്ദരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് പോകുമ്പോൾ ഉള്ളതും തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചകൾ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുന്നതും ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നതും തമ്മിലുള്ളൊരു മാറ്റം നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ. ഞാൻ കുറച്ചുകൂടി ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ നമ്മളെ പെർമിഷൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. നമുക്ക് ആകെ 7 ദിവസമാണ് നേപ്പാളിലേക്ക് പെർമിഷൻ കിട്ടുന്നത്. പിന്നെ അത് പുതുക്കണമെങ്കിൽ കാഠ്മണ്ഡു പോകണം. കാഠ്മണ്ഡു പോയി കഴിഞ്ഞാൽ നമുക്കൊരു 7 ദിവസം ഒന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 13 ദിവസമായി. എനിക്ക് ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഇന്ന് തിരിച്ച് വിട്ടാലേ നമുക്ക് വെസ്റ്റ് ബംഗാൾ വഴി അതിൽ വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ വന്ന ബോർഡർ. അപ്പോൾ തിരിച്ചത്ര ഓടാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് പോയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടെ കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്തേനെ കേട്ടോ. എന്തായാലും ഒന്ന് വന്ന് കാണാനുള്ളതുണ്ട് മസ്താങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ കണ്ടാട്ടോ ഒരു സ്തൂപം. നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ ഇരിക്കുന്ന ലൊക്കേഷൻ നോക്കി. ആ 2-3 മലകളുടെ നടുക്ക് ഒരു രക്ഷയില്ല. നമുക്കിനി നേരെ തിരിച്ചു പോകേണ്ടത് പോക്കറയാണ്. പോക്കറയിൽ നിന്ന് നേരെ കാഠ്മണ്ഡു നേരെ വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോക്കറൊക്കെ അടുത്തുള്ള നമ്മുടെ ഗാന്ധ്രുക്ക് എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് നല്ല ഹിമാലയത്തിൻ്റെ നല്ലൊരു വ്യൂ എല്ലാം കാണാൻ പറ്റിയൊരു ചെറിയൊരു വില്ലേജാണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. എന്തൊക്കെയാവും അവസ്ഥ എന്നറിയില്ല. കാരണം അവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട കുറച്ച് വലിയൊരു ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ അത്യാവശ്യം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നേപ്പാൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കാഠ്മണ്ഡു പോക്കറ മാത്രം കണ്ടിട്ട് തിരിച്ചു പോകാതെ ഇങ്ങോട്ടും കൂടെ വരാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്വന്തം വണ്ടി കൊണ്ട് വരാനാണ്. കാരണം ഒരു ടാക്സി ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചിലവുണ്ടാവും. കാരണം നല്ല ഡിസ്റ്റൻസും ഉണ്ട്. അതുപോലെ വളരെ ഒറ്റപ്പെട്ടൊരു നാടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചിലവ് എന്തായാലും ഉണ്ടാവും.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വരുന്ന വഴികളാണ് കേട്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ചകൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ വളവ് വളക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓരോ മലകളെ ഓരോ എന്താ പറയുക ആംഗിളിലുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുക പോകുന്ന വഴിയിലൊക്കെ. ഏത് സൈഡിലേക്ക് ക്യാമറ തിരിച്ചാലും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ കേട്ടോ. ഇവിടെ ഫുള്ള് ഇതാ ഒരു കല്ലും മണലെന്ന് പറഞ്ഞൊരു പ്രകൃതമാണ്. കുറച്ച് അപ്പുറത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ മൂലക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിതാ ഒരു വെറൈറ്റി സാധനം പിരമിഡെല്ലാം പോലെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ മുന്നിലോട്ട് നീട്ടിക്കഴിഞ്ഞാൽ വേറൊരു പ്രകൃതമാണ്. അപ്പോൾ എവിടെ നോക്കിക്കാലും നമുക്ക് വ്യത്യസ്തമായ ഭൂപ്രകൃതി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ എന്താ പറയുക നമ്മുടെ ഒരു സാൻസ്കർ വാലിയൊക്കെ പോയ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. സാൻസ്കർ വാലിയൊക്കെ ഏകദേശം ഇതുപോലെയുള്ള മൗണ്ടെയ്ൻസാണ് കാണാനുള്ളത്. എന്തായാലും ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ എന്തായാലും വ്യത്യസ്തമായൊരു കാഴ്ചകളാണ് നേപ്പാളിലെന്ന് പറയപ്പെടാം. നല്ല അത്യാവശ്യം നല്ലൊരു അടിപൊളി റൂട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നേപ്പാളിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഡാർജിലിങ്ങിലേക്കാണ്. ഡാർജിലിംഗ് കഴിഞ്ഞ് സിക്കിം, അങ്ങനെയാണ് നമ്മളെ പ്ലാൻ കേട്ടോ. എന്തായാലും ഇതിൻ്റെയൊക്കെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ.